ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രുതി അങ്ങനെ കൊച്ചിനെ അടുത്തിരുത്തി അതിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അമ്മയ്ക്ക് മോനെ കൂടെ കൊണ്ടുപോകാൻ കുറച്ച് സമയവും കാര്യങ്ങളൊക്കെ വേണം ഇതൊക്കെ പറഞ്ഞു കുഞ്ഞിൻ്റെ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി കൊടുത്തുകൊണ്ട് അങ്ങനെ ഇരിക്കുക. അത് കഴിയുമ്പോൾ എന്നും അമ്മ മോൻ്റെ കൂടെ ഉണ്ടാകുമെന്ന്. അങ്ങനെ അത് കണ്ടുകൊണ്ടാണ് നമ്മുടെ രേവതി കയറി വരുന്നത്. രേവതിക്ക് തൊട്ട് പിന്നാലെ സച്ചിയും കയറി വന്നു. രേവതി അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുന്നത് കണ്ട് സച്ചിയും നോക്കുമ്പോൾ ഈ കാഴ്ചയാണ് കണ്ടത്. ഇത് കണ്ടപ്പോൾ ഇവർ ഞെട്ടിപ്പോയിട്ടോ. അപ്പോഴത്തേക്കും വിമലാൻ്റി അവരെ കണ്ടു. രേവതി എന്നും പറഞ്ഞുകൊണ്ട് വിമലാൻ്റി ഒരു ഒച്ച വയ്ക്കൽ. അപ്പോഴത്തേക്ക് ശ്രുതി ഇങ്ങനെ നോക്കി. അവർ രണ്ടുപേരും കൂടെ അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുമ്പം ശ്രുതി ഇങ്ങനെ ഒരു വലിച്ച ചിരിയൊക്കെ ചിരിച്ച് ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുക. ശ്രുതിയോ, നീ എന്താ ഇവിടെ എന്ന് ചോദിച്ചു. അത് പിന്നെ ആൻറ്റി മെഡിസിൻസ് വീട്ടിൽ വെച്ച് മറന്നായിരുന്നു, അത് കൊടുക്കാൻ വേണ്ടി വന്നതാണെന്ന് ശ്രുതി അന്നേരം പറയൂ കേട്ടോ. അപ്പോഴാണ് അമ്മയ്ക്ക് മനസ്സിലായത് മകൾ ആ മഞ്ഞ കവർ എന്തിനാണ് എടുത്ത് അവിടുന്ന് മാറ്റിയത് എന്നുള്ളത്. അപ്പോൾ എന്നെ ഒന്ന് വിളിച്ചായിരുന്നെങ്കിൽ ഞാൻ വന്നത് മേടിക്കുമായിരുന്നല്ലോ എന്ന് സച്ചി അന്നേരം ശ്രുതിയോട് പറഞ്ഞു. അല്ല, എനിക്ക് ഹോസ്പിറ്റലിൽ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നേ. അല്ല, ഇന്നും കെറ്റിൽ വിതരണമൊക്കെ ഉണ്ടോ എന്ന് സച്ചി അന്നേരം ചോദിച്ചു. അല്ല, വീണ്ടും വിതരണം ചെയ്യുന്നതിനെക്കുറിച്ച് മാനേജറോട് സംസാരിക്കാൻ വേണ്ടി വന്നതാണെന്ന് ശ്രുതി ഇവരോട് പറയുക. അപ്പോഴത്തേക്കും വിമലാൻ്റി ഇങ്ങനെ പേടിച്ച് വരച്ച് നിൽക്കുക കേട്ടോ. സച്ചിക്ക് അത്ര വലിയ വിശ്വാസമൊന്നും വരുന്നില്ല. ഇപ്പം എല്ലാവരെയും കാണാവോ? അതെ, ബാൻഡേജ് അഴിച്ചപ്പോൾ ഹാപ്പി ആയില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഹാപ്പി ആയ അങ്കിളേന്ന് ആദ്യക്കൂട്ടം പറയുവാണ്. അപ്പോൾ ശ്രുതി, ഞാൻ വരുമ്പോൾ നീ ആദ്യയോട് ഭയങ്കര ക്ലോസ് ആയിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ എന്ന് രേവതി ശ്രുതിയോട് പറഞ്ഞു. അപ്പോഴത്തേക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ നിൽക്കുക കേട്ടോ. അല്ല, അങ്ങനെ തോന്നിയോ രേവതിക്ക്? ഞാൻ ചുമ്മാ നോർമലായിട്ടാണല്ലോ സംസാരിച്ചത് എന്ന് ശ്രുതി അന്നേരം രേവതിയോട് പറഞ്ഞു. അല്ല, അവൻ്റെ കൈ പിടിച്ചും നെറുകയിലെ തലോടിയൊക്കെയാണ് നീ സംസാരിച്ചിരുന്നത് എന്ന കാര്യം ശ്രുതിയോട് രേവതി ഇങ്ങനെ പറയുമ്പോൾ സച്ചു ഇങ്ങനെ നോക്കുക കേട്ടോ. ആദിക്കും അതുപോലെ ശ്രുതിക്കും വല്ലാത്തൊരു അടുപ്പമുള്ളതുപോലെ എനിക്ക് തോന്നി എന്നൊക്കെ ഇങ്ങനെ രേവതി പറയുക. അന്നേരം അത് പിന്നെ ഒന്നുമില്ല രേവതി, 2 ദിവസം ശ്രുതി നന്നായി ഇവനെ നോക്കിയിരുന്നില്ലേ, അതുകൊണ്ടായിരിക്കുമെന്ന് നമ്മുടെ വിമലാൻ്റി ചാടിക്കയറി പറഞ്ഞു. ആദ്യേ അമ്മയെന്നൊക്കെ വിളിച്ചതുപോലെ തോന്നിയെന്ന് പറഞ്ഞപ്പം അത് പെട്ടെന്ന് അവൻ്റെ അമ്മയെ ഓർമ്മ വന്നു, അതുകൊണ്ടാണെന്ന് വിമലാൻ്റി പറഞ്ഞു. ആണോടാ മോനെന്ന് സച്ചി ചോദിച്ചപ്പം അതെ, അപ്പം എനിക്ക് അങ്ങനെ വിളിക്കാൻ തോന്നിയെന്ന് ആദ്യക്കുട്ടം പറയാം. പാർലറേട്ടത്തിയേ, നിന്നെ കണ്ടപ്പോൾ അവൻ്റെ അമ്മയെ ഓർമ്മ വന്നു. അതെന്താ അങ്ങനെയൊക്കെ എന്ന് സച്ചി അന്നേരം പാർലറേട്ടത്തിയോട് ചോദിക്കുക. ഈശ്വര, പെട്ട് നിൽക്കുവാണ് ഇവർ ഉത്തരം കൊടുക്കാൻ വയ്യാതെ. അതിപ്പോൾ എനിക്ക് എങ്ങനെ അറിയാനാണെന്ന് ശ്രുതി അന്നേരം ചോദിക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി സച്ചി ഇങ്ങനെ നോക്കുന്നു. 2 ദിവസം പാർലറേട്ടത്തി ഭക്ഷണമൊക്കെ കൂട്ടി അവനെ നോക്കി. ശരിയാണ്, ഒരമ്മ കൊച്ചിനെ നോക്കുന്നത് പോലെ അവനെ നോക്കിയെന്നുള്ള കാര്യം ഉറപ്പാണ്. അതാണ് പാർലറേട്ടത്തിയെ കാണുമ്പോൾ അവൻ്റെ അമ്മയെ ഓർമ്മ വരുന്നതെന്ന കാര്യം പറയുവാണ് അന്നേരം നമ്മുടെ സച്ചി. തൽക്കാലം രക്ഷപ്പെട്ടെന്ന് പറഞ്ഞ് ഇവർ നിൽക്കുക. അപ്പോൾ കുട്ടികൾ അങ്ങനെയാണ് സച്ചിയേട്ടാ, അവർക്ക് ഇഷ്ടമുള്ളവരൊരു മിഠായി കൊടുത്താൽ മതി, അത് കൊടുത്തയാൾ എന്നും അവരുടെ മനസ്സിലുണ്ടാകുമെന്ന് രേവതിയും സച്ചിയോട് പറഞ്ഞു. അവരോടുള്ള ആ ഒരു ഇഷ്ടവും ഉണ്ടാകുമെന്ന്. കുഞ്ഞുങ്ങൾ കാണിക്കുന്ന സ്നേഹത്തിൽ കലർപ്പൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ രേവതി പറയുക കേട്ടോ. അപ്പോൾ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു നമ്മുടെ ശ്രുതിമോള്. അപ്പം നീ പറഞ്ഞത് ശരിയാ രേവതി എന്നും പറഞ്ഞ് സച്ചിയും പറഞ്ഞു. കുട്ടികളുടെ മനസ്സിലെ കള്ളമില്ല എന്നും, കുട്ടിയായിരിക്കുമ്പോൾ തോന്നും വേഗം വളർന്ന് വലുതായി ഡോക്ടറോ കളക്ടറോ പ്രധാനമന്ത്രിയോ ഒക്കെ ആകാമെന്ന്. പക്ഷെ വളർന്നു കഴിയുമ്പോൾ തോന്നും വളരണ്ടായിരുന്നുവെന്ന്, കുട്ടി തന്നെ ആയിരുന്നാൽ മതിയായിരുന്നുവെന്ന്. അങ്ങനെ സച്ചി തൻ്റെ ഉള്ളിലുള്ള കാര്യമൊക്കെ പറയുന്നു. മനുഷ്യർ കണ്ടുപിടിച്ച് കള്ളവും ചതിയും വഞ്ചനയും അതെല്ലാം നിഷ്കളങ്കരായ കുട്ടികൾക്ക് അറിയേണ്ട കാര്യമില്ലല്ലോ, അവർക്ക് ചിരിച്ച് കളിച്ച് നടക്കാമല്ലോ. കുട്ടിയായി ഇവൻ്റെ മനസ്സിൽ കള്ളമില്ല, പക്ഷേ മുതിർന്ന പാർലറേട്ടത്തിയുടെ മനസ്സിൽ കള്ളമുണ്ട് എന്ന് സച്ചി അന്നേരം പറഞ്ഞു. അന്നേരം ചന്ദ്രമതിയുടെ കാര്യമാണ് എടുത്തിടുന്നത് സച്ചി. അതുകൊണ്ടാണല്ലോ ഇവനെ ഊട്ടുമ്പോഴും അമ്മയുടെ കൂടെ ചേർന്നിട്ട് ഇവനെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാൻ നോക്കിയതെന്നുള്ള കാര്യവും നമ്മുടെ സച്ചി ഇങ്ങനെ അവിടെ നിന്ന് പറയാം. വീട്ടിൽ പാർലറേട്ടത്തി കുഞ്ഞിനോട് സ്നേഹം ശരിക്കും അഭിനയിക്കുകയായിരുന്നു, ഇവിടെയും അങ്ങനെ തന്നെയാണെന്നൊക്കെ പറഞ്ഞപ്പം അയ്യോ അല്ല, അത് ആൻറ്റിയെ പേടിച്ചിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറഞ്ഞു. അത് പിന്നെ മനസ്സുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, എനിക്കങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ശ്രുതി നിൽക്കുമ്പോൾ പാവം ഈ കുഞ്ഞിനെ അറിയില്ലല്ലോ എൻ്റെ മനസ്സിലെ കള്ളം എന്താണെന്ന്. അവൻ കരുതി പാർലറേട്ടത്തിക്ക് അവനോട് മകനെ പോലെ ഒരു ഇഷ്ടമുണ്ടെന്ന്. അതുകൊണ്ടാണല്ലോ പാർലറേട്ടത്തിയെ കാണുമ്പോൾ അവൻ്റെ അമ്മയെ ഓർമ്മ വരുന്നതെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ സച്ചി പറയുക കേട്ടോ. അതൊക്കെ കേട്ട് ഇങ്ങനെ ഇതായിട്ടിരിക്കുവാണ് നമ്മുടെ ആദിക്കുട്ടൻ. മോനെ ആദി, ദേ നീ വിചാരിക്കുന്നത് പോലെയൊന്നും അല്ല കേട്ടോ ഈ നിൽക്കുന്നയാൾ.
അത് നീ മനസ്സിലാക്കണം. ഇവൻ്റെ കൂടെ അമ്മമ്മയുണ്ട്, എന്നിട്ടും അവരെവിടേക്കിടയ്ക്ക് അമ്മയെ ഓർമ്മ വരുന്നു. അമ്മയുടെ സ്ഥാനത്ത് അവന് സ്നേഹം കൊടുക്കാൻ ഒരാൾ വേണം, അവനത് ആഗ്രഹിക്കുന്നുമുണ്ട്. അതുകൊണ്ടാണ് ഇവളെയൊക്കെ കാണുമ്പോൾ അവൻ അമ്മയെ ഓർമ്മ വരുന്നതെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ നമ്മുടെ സച്ചി പറയുന്നു. അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ വിമലാൻ്റി നിൽക്കുക കേട്ടോ. ആൻറ്റിയുടെ മകൾ വന്ന് കൂടെ നിന്നാൽ ഇവനൊരാശ്വാസം ആകില്ലേ എന്നും സച്ചി അന്നേരം ചോദിച്ചു. ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് അവൾക്ക് ഇവനെ നോക്കാൻ കഴിയില്ലേ? ആൻറ്റി അവളെ ഒന്ന് വിളിക്കാൻ പറഞ്ഞു. അവളോട് ഞാനും രേവതിയും സംസാരിക്കാവുന്ന കാര്യങ്ങൾ ഇങ്ങനെ സച്ചി പറയുമ്പോഴത്തേക്കും അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കാം. ഞാൻ വീട്ടിൽ വെച്ച് ഈ കാര്യം പറഞ്ഞത് ആൻറ്റിയോട്. ആ സമയത്താണ് ശ്രുതിയുടെ കൈ തട്ടി പാൽപാത്രം താഴെ വീണതെന്നുള്ള കാര്യം രേവതി പറഞ്ഞു. പിന്നെ ശ്രദ്ധ ആ വഴിക്ക് അങ്ങ് പോയെന്നും പറഞ്ഞു. ഇക്കാര്യം മൊത്തത്തിൽ അങ്ങ് വിട്ടുപോയെന്നും. അപ്പോൾ സച്ചി ഇങ്ങനെ നോക്കോട്ടെ ദൈവമേ എന്ന് പറഞ്ഞ് നിൽക്കുക ശ്രുതി. ആൻറ്റി ഇപ്പോൾ അവൾക്കൊന്ന് ഫോൺ ചെയ്യാം, ഞങ്ങൾ സംസാരിക്കാമെന്ന് പറയുമ്പം ആൻറ്റി ആണെങ്കിൽ അതിനേക്കാളും വിട്ട് നിൽക്കുക. മൊത്തത്തിൽ കുളം കലങ്ങി. അപ്പം അല്ലെങ്കിൽ പിന്നെ എൻ്റെ ഫോണിൽ നിന്ന് വിളിക്കാൻ നമ്പർ ഇങ്ങ് തരാൻ പറഞ്ഞു സച്ചി. ഇവർ നിർബന്ധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ആൻറ്റി സമ്മതിക്കുന്നുമില്ല. ഞാൻ പിന്നെ വിളിച്ച് അവളോട് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചോളാമെന്നും പറഞ്ഞുകൊണ്ട് ആൻറ്റി തടി തപ്പിക്കൊണ്ടേ ഇരിക്കുക. ശ്രുതി ഇങ്ങനെ ചിരിച്ചു കണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പം നേരം എടാ ഈ ബില്ല് അടയ്ക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരാളങ്ങ് വന്നു. അപ്പോൾ സച്ചി ആ ബില്ല് ഞാൻ അടച്ചോളാമെന്ന് പറഞ്ഞു. വിമലാൻറ്റി വേണ്ട ആൻറ്റി ഞാൻ അടച്ചോളാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിങ്ങനെ മോനെ എന്ന് വിമലാൻറ്റി പറയുമ്പോൾ ഞാൻ അടച്ചോളാമെന്ന് പറഞ്ഞില്ല രേവതി, നീ വരാൻ പറഞ്ഞു. അങ്ങനെ രേവതിയും കൂട്ടിക്കൊണ്ട് അവരങ്ങ് പോയി കഴിഞ്ഞപ്പം ശ്രുതി കരഞ്ഞുകൊണ്ട് ഇങ്ങനെ അങ്ങ് നിൽക്കുക. അപ്പോഴത്തേക്കും ആദ്യകൂട്ടൻ അമ്മയെന്ന് പറഞ്ഞ് വിളിച്ചു. മോനെ പതുക്കെ എന്നും പറഞ്ഞ് ശ്രുതി പറയുക കേട്ടോ കൊച്ചിനോട്. അവരുണ്ടാകുമ്പോൾ എന്നെ അമ്മയെന്ന് വിളിക്കരുത് കേട്ടോ എന്ന് ശ്രുതി പറഞ്ഞു കൊടുത്തു. ഞാൻ പറഞ്ഞതൊക്കെ അമ്മ മറന്നോന്ന് ചോദിക്കുമ്പം ഇനി ഞാൻ അങ്ങനെ വിളിക്കില്ല എന്ന് ആദ്യക്കുട്ടൻ്റെ ശ്രുതിയോട് പറയാം. മോളെ ഇത്രയായിട്ടും നിനക്ക് സച്ചിയും രേവതിയും മനസ്സിലായിട്ടില്ലേ എന്ന് ചോദിച്ചു. എനിക്കും ഈ കുഞ്ഞിനും വേണ്ടി അവരെന്തും ചെയ്യുമെന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ. നല്ലവരാ അവരെന്ന് പറയുമ്പോൾ അല്ല അവർ നല്ലവരാണെങ്കിൽ പിന്നെ ഞാനെന്ത് വേണമെന്ന് ശ്രുതി അന്നേരം ചോദിച്ചു. നിന്നെക്കുറിച്ച് അവരോട് പറഞ്ഞാലോ? അമ്മ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ. ഇക്കാര്യം ഇനി എന്നോട് അമ്മ പറയുകയേ അരുത്. അവരെ തലയിലിരുത്തി കൂടുതൽ ആടുകയും വേണ്ട. അമ്മയ്ക്കിപ്പോൾ അവർ നല്ലവരായിരിക്കാം, പക്ഷെ എന്നെക്കുറിച്ച് അവരറിഞ്ഞാൽ അങ്ങനെ ആകണമെന്നില്ല എന്നും എനിക്ക് അവർ കെട്ടവരായിരിക്കും എന്നും പറയാം. അവരറിഞ്ഞാൽ പിന്നെ ഞാൻ ആ വീട്ടിലുണ്ടാവില്ല എന്നും ശ്രുതി പറയാം. അമ്മ വിചാരിക്കുന്നത് പോലെയൊന്നും അല്ല അവരെന്ന് പറയുമ്പം ഞാൻ നിന്നോട് പറഞ്ഞില്ലേ നിനക്ക് അവരെ മനസ്സിലായിട്ടില്ല, അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അവരെക്കുറിച്ച് മനസ്സിലാക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് കിട്ടിയ ഈ ജീവിതം അമ്മയായിട്ട് ഇല്ലാണ്ടാക്കരുത് എന്ന് ശ്രുതി അന്നേരം പറയുക. പിന്നെ അമ്മ പെട്ടെന്ന് നാട്ടിലേക്ക് പോകാൻ നോക്കാൻ പറഞ്ഞ് ശ്രുതി അമ്മയെ പറഞ്ഞ് പേടിപ്പിച്ചു. അതിനുശേഷം പിന്നെ മകനോട് പറയുകയാണ്, അപ്പോൾ എൻ്റെ കൂടെ അമ്മ വീട്ടിലേക്ക് വരുമെന്ന് ചോദിക്കുമ്പോൾ ഇന്ന് അമ്മയ്ക്ക് വരാൻ പറ്റില്ല, വേറൊരു ദിവസം വരാം കേട്ടോ, അടുത്തൊരു ദിവസം ഉറപ്പായിട്ട് ആദ്യക്കൂട്ടൻ്റെ കൂടെ അടുത്തേക്ക് വന്നേക്കാം കേട്ടോ എന്ന് പറഞ്ഞു. അന്നേരത്തേക്കും രേവതി അങ്ങോട്ടേക്ക് കയറി വന്നു. ശ്രുതി അങ്ങോട്ട് പോകുന്ന കാര്യമാണ് പറഞ്ഞതെന്ന് ചോദിച്ചു. അല്ല ഒരു ദിവസം മോൻ വീട്ടിലേക്ക് വരണമെന്ന് ഞങ്ങൾ പറയുമായിരുന്നു, വരാമെന്ന് പറയായിരുന്നു എന്ന് വിമലാൻറ്റി പറയുമ്പോൾ ശ്രുതി നീ എന്താ പോവാതെ ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. അയ്യോ മാനേജർ ഇതുവരെ വന്നില്ല രേവതി, അതാണെന്ന് പറഞ്ഞു കേട്ടോ ശ്രുതി അന്നേരം. ശരിയെന്ന് പറഞ്ഞു രേവതി ഇങ്ങനെ അവിടെ നിൽക്കുന്നു. അപ്പോഴത്തേക്കും സച്ചി ബില്ലും അടച്ചിട്ട് അങ്ങോട്ടേക്ക് വന്നു. ബില്ല് അടച്ചിട്ട് വന്നപ്പോൾ ആൻറ്റി എല്ലാം ചെയ്തിട്ടുണ്ട്, മരുന്നും തന്നിട്ടുണ്ട്, പോകാം, ഇനി നിങ്ങൾക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ആൻറ്റി കാശ് കൊടുക്കാൻ പറഞ്ഞു. ശ്രുതി കാശോ? അല്ല സച്ചിക്ക് നേരത്തെ കാശ് കൊടുക്കണമെന്ന് ആൻറ്റി പറയുന്നത് കേട്ടു, എന്നിട്ടത് കൊടുക്കാത്തേ എന്ന് ചോദിച്ചപ്പം അത് പിന്നെ കാശ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് വിമല ആൻറ്റി പറയാട്ടോ. അപ്പോൾ സച്ചി ഇങ്ങനെ നോക്കുക ശ്രുതിയെ. ആൻറ്റി നിങ്ങളെന്താ ഞങ്ങൾക്ക് അന്യരാണോ? അതൊന്നും വേണ്ട എന്ന് സച്ചി അന്നേരം വിമല ആൻറ്റിയോട് പറഞ്ഞു. ഞങ്ങളുടെ വീട്ടിലുള്ളവർ തന്നെയല്ലേ നിങ്ങൾ? എന്നെ നിങ്ങളൊരു അന്യനായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ കാശ് തന്നോളാൻ പറഞ്ഞു. അത് കേട്ടപ്പോഴത്തേക്കും വിമലാൻറ്റി ചെകുത്താനും കടലിനും നടുവിലായെന്ന് പോലെയായി. ആ സമയം എൻ്റെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയില്ലേ എന്ന് വിമലാൻറ്റി അന്നേരം സച്ചിയോട് ചോദിച്ചു. അതുകൊണ്ട് തന്നെയാ സച്ചി ഇപ്പോൾ കൈ നീട്ടിയത് എന്നുള്ള കാര്യവും പറയൂ കേട്ടോ. ഞാൻ കാശ് തരില്ല എന്ന് അറിയാലോ അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ശ്രുതി ഇങ്ങനെ വായും പൊളിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുക ഇവരെ രണ്ടുപേരെയും. ഒരിക്കലും മറക്കില്ല നിങ്ങളെന്നും പറഞ്ഞ് വിമലാൻറ്റി ഇങ്ങനെ സച്ചിയോടും രേവതിയോടും പറഞ്ഞു. അപ്പോൾ അവർക്ക് രണ്ടുപേർക്ക് ആ രണ്ട് വാക്കു മതി, സന്തോഷത്തോടു കൂടി. എന്നിട്ട് പിന്നെ സച്ചിയെ കെട്ടിപ്പിടിച്ച് വിമലാൻറ്റി ഒരൊറ്റ കരച്ചിൽ. അപ്പോഴേക്കും അല്ല നിങ്ങൾ പോകുന്നില്ലേ എന്ന് ശ്രുതി അന്നേരത്തേക്കും ചാടി കയറി ചോദിക്കും കേട്ടോ. അല്ല നിങ്ങളല്ലേ പറഞ്ഞ നേരത്തെ ഇപ്പോൾ ഒരു ബസ് ഉണ്ടെന്ന്? അല്ല അയ്യോ ഞാനത് മറന്നുപോയി മോനെ, എന്നാൽ പിന്നെ നിങ്ങൾ പോയിക്കോ, ആദ്യമോനെ വാ നമുക്ക് പോകാമെന്നും പറഞ്ഞ് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങും. വണ്ടിക്ക് പോകാൻ അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് ആൻറ്റി ഞാൻ നിങ്ങളെ കൊണ്ടുവന്ന് വിടാമെന്ന് പറഞ്ഞു സ്റ്റാൻഡിൽ. അയ്യോ അതൊന്നും വേണ്ട മോനെ എന്ന് പറഞ്ഞു. അയ്യോ അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഞാൻ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ശരി മോനെ എന്ന് പറഞ്ഞു വിമലാൻറ്റി. അവിടെയും ശ്രുതിക്ക് പണി വാളി. അങ്ങനെ വിമലാൻറ്റിയും
ആദ്യം സച്ചിയുടെയും രേവതിയുടെയും കൂടെ പോകുന്നു, പിന്നാലെ നമ്മുടെ ശ്രുതിയെ പോകുന്നു. അപ്പോൾ ഒന്നും മറന്നിട്ടില്ലല്ലോ, എല്ലാം എടുത്തിട്ടില്ല എന്നൊക്കെ ചോദിച്ചു രേവതി വിമലാൻ്റിയോട് ചോദിക്കുക. ആ സമയത്ത് ശ്രുതി പുറകെ വരുമല്ലേ. അപ്പോൾ രേവതി, ശ്രുതി ഞങ്ങളില്ലാതിരുന്ന സമയത്തെ വിമലാൻ്റി മകളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല, എന്നോടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് ശ്രുതി പറഞ്ഞു. അല്ല, എന്താ ചോദിച്ചത്? അല്ല, ആൻറ്റിയുടെ മകളെക്കുറിച്ച് ഞാൻ പറയുമ്പോഴൊക്കെ ആൻറ്റി ഒഴിഞ്ഞു മാറുകയാണെന്നും ഞങ്ങൾ അവളെ ഫോൺ ചെയ്യാൻ പറയുമ്പോൾ ഫോണും ചെയ്യുന്നില്ല, അവളുടെ ഫോൺ നമ്പർ ചോദിച്ചിട്ടാണെങ്കിൽ തരുന്നുമില്ല, കുറേ പ്രാവശ്യമായി ഇങ്ങനെ. ആൻറ്റിയും അവരുടെ മകളും തമ്മിൽ എന്തോ ഒരു പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും രേവതി നീ വേഗം വന്നിന്ന് പറഞ്ഞ് സച്ചി അവിടെ നിന്ന് വിളിക്കുക. രേവതി പിന്നാലെ പോയി. ഈ സമയത്ത് ശ്രുതി അവിടെ ആലോചിച്ച് നിൽക്കുക. അപ്പോൾ ആദി സച്ചിയുടെ തോളിൽ കിടന്നുകൊണ്ട് ശ്രുതിക്ക് ടാറ്റ കൊടുക്കുക. അങ്ങനെ ടാറ്റ കൊടുത്ത് അവരങ്ങ് പോയി. ഈ സമയത്ത് ശ്രുതി ഭയങ്കര സങ്കടപ്പെട്ട് അവിടെ നിൽക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ രേവതി വീട്ടിൽ ചെന്നു അച്ഛന് മരുന്നും അതൊക്കെ എടുത്ത് കൊടുക്കുക. എന്നിട്ട് അച്ഛൻ അവിടെ പോകാൻ നോക്കുക. അപ്പോൾ അച്ഛൻ അങ്ങോട്ട് പോകാമെന്ന് ചോദിക്കുമ്പോൾ ഒരു കല്യാണം ഉണ്ടോ, പക്ഷെ അത് കുറച്ച് ദൂരെയാണെന്ന് പറഞ്ഞു. എന്നാലും എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ കൊണ്ടുവിടണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ട എന്നൊക്കെ പറഞ്ഞു. ഞാൻ ബസ്സിന് പോയിക്കോളാമെന്നും പറഞ്ഞു. അങ്ങനെ അച്ഛൻ സാധനങ്ങളൊക്കെ എടുത്ത് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകാനായിട്ട് റെഡിയാകുന്നു. അപ്പോൾ അച്ഛന് എന്താ ഉണ്ടാക്കി കൊടുത്തതെന്ന് ചോദിച്ചു സച്ചി രേവതിയോട്. ഓട്സാന്ന് പറഞ്ഞു. എന്നാൽ എനിക്കൊന്ന് ഓട്സ് മതിയെന്ന് സച്ചി പറയാം. അയ്യോ, ഓട്സ് തീർന്നു പോയല്ലോ സച്ചേട്ടാന്ന് പറയും. ഞാൻ സച്ചേട്ടന് ദോശ ഉണ്ടാക്കി തരാമെന്ന് പറയും. അപ്പം ഞാൻ ഇറങ്ങാം കേട്ടോ ചന്ദ്രേ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് അദ്ദേഹം പോകാൻ ഇറങ്ങുമ്പോൾ എവിടെ വെച്ചാ അച്ഛാ കല്യാണം? ഇപ്പോൾ ബാലന്നൂരുള്ളൊരു ഓഡിറ്റോറിയത്തിൽ കുറച്ച് ദൂരം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ വരാനേ ഒരൽപ്പം വൈകുമെന്നും പറഞ്ഞു. ശരിയെന്നും പറഞ്ഞു. ഇന്ന് അച്ഛൻ എവിടെ ഇരുത്തി എവിടെ വരും എപ്പോൾ പോകുമെന്നൊന്നും ചോദിക്കാൻ നിൽക്കണം, ഞാൻ വന്നോളാം കേട്ടല്ലോ ഒന്നും പറഞ്ഞു. അച്ഛൻ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഇറങ്ങി. അപ്പോൾ ചന്ദ്ര അങ്ങോട്ടേക്ക് വന്നു. ചന്ദ്രൻ ഞാൻ ഇറങ്ങാം കേട്ടോ എന്ന് പറഞ്ഞു. വരുമ്പോൾ എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടോ എന്ന് ചോദിച്ചു. നിങ്ങളെന്താ രാവിലെ തന്നെ ഈ വേഷത്തിലൊക്കെ ഇറങ്ങിയേക്കുന്നേ? മോർണിംഗ് വാക്കിനൊക്കെ ഇപ്പം ഇങ്ങനെയാണോ പോകുന്നതെന്ന് ചന്ദ്ര അന്നേരം ചോദിച്ചു. ഇങ്ങനെ പോയാലിപ്പോൾ എന്താ കുഴപ്പം? അച്ഛൻ വേണമെങ്കിൽ ജീൻസും ടീഷർട്ടും ഇട്ടുകൊണ്ട് പോകും, അതൊക്കെ അച്ഛൻ്റെ ഇഷ്ടമാണെന്ന്. വേണമെങ്കിൽ ട്രാക്ക് സൂട്ട് ഇടുമെന്നൊക്കെ സച്ചി. എങ്കിലൊരു കല്യാണവും കൂടി കഴിക്കട്ടെ, ചെറുപ്പക്കാരനല്ലേ എന്നും പറഞ്ഞ് ചന്ദ്രമതി. ഹായ്, അങ്ങനെ ചെയ്താൽ അച്ഛന് സന്തോഷത്തോടെ കഴിയാം എന്ന് നമ്മുടെ സച്ചി അന്നേരം പറഞ്ഞു. അച്ഛൻ അന്നേരം ഇങ്ങനെ ചിരിക്കുക ഭയങ്കരമായിട്ട്. എടാ സച്ചി നിർത്തിക്കേന്നും പറഞ്ഞു. അല്ല സത്യമല്ലേ അച്ഛൻ ഞാൻ പറഞ്ഞത്, ജീവിതത്തിൽ സന്തോഷം ആഗ്രഹിക്കാത്തതായിട്ട് ആരോ ഉള്ളത്? അച്ഛനിപ്പോഴും യൂത്ത് അല്ലേ, പെണ്ണൊക്കെ കിട്ടുമെന്നേ, അച്ഛനൊന്ന് മൂളിയാൽ മതി. നല്ലൊരു പെണ്ണിനെ കണ്ടെത്തി അച്ഛൻ്റെ കല്യാണം ഞങ്ങൾ നടത്തി തരാമെന്നൊക്കെ സച്ചു പറഞ്ഞു. നീ മൂളി, അയ്യോ മൂളി. അപ്പം നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടല്ലേ എന്ന് ചന്ദ്ര ദുഷ്ടൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക. ചന്ദ്രേ, ഞാൻ ആ അർത്ഥത്തിലേ മൂളിയതൊന്നും അല്ല. ഒരാളൊരു കാര്യം പറയുമ്പോൾ അത് കേട്ടു എന്ന് ഫലിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് മൂളത്തില്ലേ, അങ്ങനെയൊന്ന് മൂളിയെന്നേ ഉള്ളൂ എന്ന് അച്ഛൻ അന്നേരം ചന്ദ്രയോട് പറഞ്ഞു. എന്ന് പറഞ്ഞ് ചന്ദ്രമതിയുടെ മുന്നിൽ നിന്ന് തലയാട്ടുക രേവതി. എൻ്റെ സച്ചേട്ടാ ഇങ്ങനെ ഓരോന്നെടുത്തിടല്ലേ, അച്ഛൻ മനസമാധാനത്തോടെ ഒന്ന് പോയിക്കോട്ടെ എന്ന് പറയുമ്പം രേവതി അപ്പം ഞാൻ മനസമാധാനം കൊടുക്കുന്നില്ലല്ലേ, നീ ഇത് പറയൂടി എന്നും പറഞ്ഞ് ചന്ദ്രൻ രേവതിയുടെ മെക്കിട്ട് കയറാൻ ചെല്ലുന്നു. എൻ്റെ പൊന്നോ, നീ ഇനി അവക്കടെ മെക്കിട്ട് കയറാൻ ചെല്ലാതെ, ഞാൻ മോർണിംഗ് വാക്കിനല്ല ഒരു കല്യാണത്തിനാണ് പോകുന്നതെന്ന് നിന്നോട് മുന്നേ പറഞ്ഞതല്ലേ, നീ എന്താ അത് മറന്നുപോയോ എന്ന് ചോദിച്ചു. അയ്യോ ഞാനത് മറന്നുപോയി, മറന്നുപോയി പോലും എന്നും പറഞ്ഞ് അച്ഛൻ ഇങ്ങനെ നിൽക്കുക. അച്ഛൻ ഒറ്റയ്ക്കാണോ പോകുന്നത്? ഒറ്റയ്ക്കാണെങ്കിൽ ഇവിടുന്ന് ആരെങ്കിലും കൂടെ കൂട്ടാരുന്നില്ലേ എന്ന് രേവതി ചോദിച്ചു. അപ്പോൾ ഒറ്റയ്ക്കല്ല മോളെ, യൂണിയൻ ഓഫീസിൽ നിന്ന് 2 പേരും കൂടി ഉണ്ട്, ഞങ്ങൾ എല്ലാവരും കൂടെ പോണേന്ന് പറഞ്ഞു. ഓ, അപ്പോൾ സുഹൃത്തുക്കൾക്കൊപ്പം ജോളിയായിട്ട് ട്രിപ്പ് പോകണല്ലേ എന്നൊക്കെ ചോദിച്ച് സച്ചി. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകണം അച്ഛാ, അല്ലെങ്കിൽ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവത്തില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി. അപ്പോഴത്തേക്കും ചന്ദ്ര ഇങ്ങനെ നോക്കുക, ഈ വീട്ടിൽ തന്നെ ഇരുന്നാലേ ഇവിടുത്തെ സയറിനടി കേട്ട് അച്ഛന് ഭ്രാന്താകുമെന്നും സച്ചി പറയും. ഈ സയറൻ എന്നതുകൊണ്ട് നീ ഉദ്ദേശിച്ചത് തന്നെയല്ലേടാ, അതെനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ പറഞ്ഞതെന്ന് നമ്മുടെ സച്ചി. നിങ്ങളൊന്ന് നിർത്താവോ? സച്ചി നീ പോകാൻ നോക്ക്. ചന്ദ്രൻ ഞാൻ ഇറങ്ങുകയാണ്, വരാൻ രാത്രിയാവുമെന്ന് പറഞ്ഞു. രാത്രിയാകുമെന്നു? എന്തിനാ ഇത്രയ്ക്കൊക്കെ വൈകുന്നേ? ഭക്ഷണം കഴിച്ച ഉടനെ വരാൻ നോക്കാൻ പറഞ്ഞു ചന്ദ്ര. അച്ഛൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് പോകുന്നത്, കിട്ടുന്ന സമയം മാക്സിമം എൻജോയ് ചെയ്തോട്ടെ, നിങ്ങൾക്കെന്താ അത് പിടിക്കണില്ലല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് സച്ചി ദേഷ്യപ്പെട്ടു ചന്ദ്രയോട്. അച്ഛാ, ഞാനൊന്ന് അച്ഛനോട് പറയട്ടെ, അച്ഛൻ ഇന്ന് വരണ്ട, നിങ്ങളെല്ലാവരും അവിടെ റൂമൊക്കെ എടുത്ത് താമസിച്ച് അടിച്ച് പൊളിച്ചിട്ട് നാളെ വന്നാൽ മതി അച്ഛാന്നും പറഞ്ഞ് സച്ചി അച്ഛനോട് പറഞ്ഞു. അച്ഛനെ കാണാത്തതിൻ്റെ വിഷമമൊക്കെ എനിക്കുണ്ടാകും, എന്നാലും സാരമില്ല, ഞാൻ ഇതൊക്കെ സഹിച്ചോളാം, അച്ഛനെ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ വിളിച്ചോളാമെന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ട് അച്ഛൻ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അച്ഛൻ ട്രാഫിക് ബ്ലോക്കിൽ പെട്ടതുപോലെയല്ലേ ഇവിടെ താമസിക്കുന്നത്, കറങ്ങാൻ കിട്ടിയ അവസരം മാക്സിമം അച്ഛനങ്ങ് ഉപയോഗിച്ചോളാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും ചന്ദ്രമതി ഇങ്ങനെ നോക്കുക. അപ്പോൾ എൻ്റെ പൊന്ന ചന്ദ്രൻ, ഞാൻ ആവുന്നത്ര നേരത്തെ വന്നേക്കാവേ എൻ്റെ അമ്മോ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ അവിടെ നിന്ന് അങ്ങ് പോണു. അപ്പോഴത്തേക്കും സച്ചി ഓടി വന്ന് അച്ഛൻ്റെ കയ്യിൽ പിടിച്ചു. അച്ഛൻ നല്ല പെണ്ണുണ്ടോ എന്ന് നോക്കൂ കേട്ടോ അച്ഛാ, ഉണ്ടെങ്കിൽ അച്ഛൻ പറ, നാളെ തന്നെ അച്ഛൻ്റെ അവരുടെയും കല്യാണം നടത്തി തരാമെന്നൊക്കെ പറഞ്ഞു സച്ചി. അങ്ങനെ ദേ അച്ഛനെയും ചന്ദ്രമതി അവിടെ ഇട്ട് വാരിക്കൊണ്ടിരിക്കുക.
നീ വിട്ട ഞാൻ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ഛൻ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. സച്ചൻ നേരം ചന്ദ്രയുടെ നേരം ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ചന്ദ്ര ഇങ്ങനെ തുറച്ചു നോക്കുക. സച്ചൻ, നിങ്ങൾ എന്നെ ഇങ്ങനെ നോക്കൊന്നും വേണ്ട, ഞാൻ പറഞ്ഞത് കാര്യം തന്നെയാണെന്ന് സച്ചി പറഞ്ഞു. എൻ്റെ അച്ഛനും വേണ്ട, ജീവിതത്തിൽ കുറച്ച് സമാധാനമൊക്കെ, നല്ലൊരു പെണ്ണിനെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ് സച്ചി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. രേവതി ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും ഡീ എന്ന് പറഞ്ഞ് നേരെ ചന്ദ്രമതി രേവതിയുടെ മുന്നിൽ ചെന്നു. എന്നെ ഒതുക്കാൻ നീ നിന്റെ കെട്ടിയവനും കൂടെ കണ്ടെത്തിയ വഴിയാണല്ലേ, ഇതിൻ്റെ പിന്നിൽ നിന്റെ ബുദ്ധി തന്നെയാണോ ഡി എന്നൊക്കെ ചന്ദ്ര രേവതിയോട് ചോദിക്കുമ്പം, അമ്മേ ഇവിടെ ഇപ്പം ശരിക്കും ഭ്രാന്ത് അമ്മയ്ക്ക് തന്നെയാണെന്ന് രേവതി പറഞ്ഞു. ഉടനെ പോയി ചികിത്സിച്ചാൽ അമ്മയ്ക്ക് നല്ലതായിരിക്കും കേട്ടോ എന്നും പറഞ്ഞു. രേവതി അവിടെ നിന്ന് പോയി ഒടിയെന്ന് പറഞ്ഞ് ചന്ദ്രമതി അവിടെ നിൽക്കുന്നു. രേവതി അടുക്കളയിൽ പോയി പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പുറത്തുനിന്ന് ഒച്ചയൊക്കെ ഒരു ചായ തരുമോ എന്നും പറഞ്ഞു. രേവതി ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല, പാത്രം കഴുകിക്കൊണ്ട് തന്നെ ഇങ്ങനെ നിൽക്കുക. അപ്പോഴത്തേക്ക് ഉറഞ്ഞ് തുള്ളിക്കൊണ്ട് ദേ വന്ന് നിൽക്കുന്നു ചന്ദ്ര. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നന്ദി.